ഇന്നത്തെ യാത്ര മാവേലിക്കര തട്ടാരമ്പലം വഴി കായംകുളത്തിന് പോകുമ്പോൾ ചെട്ടികുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം. ജഗദീശ്വരിയും ആദി പരാശക്തിയും ആയ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക്, കാർത്തികപ്പള്ളി താലൂക്ക്, കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന നാമത്തിലാണ് ഇവിടം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചെട്ടികുളങ്ങര അമ്മയെ കുലദൈവം അല്ലെങ്കിൽ പരദേവത എന്ന നാമത്തിലും വിളിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം കുംഭഭരണി മഹാ ഉത്സവമാണ്. അന്നേ ദിവസം ഇവിടുത്തെ പ്രദേശവാസികൾ കൊമ്പുമാങ്ങ വിഭവം വീട്ടിൽ തയ്യാറാക്കുന്നു. അന്നേ ദിവസം സദ്യയ്ക്കൊപ്പം കൊമ്പുമാങ്ങ വിഭവം കൂടെ വിളമ്പുന്നു. അത് അമ്മയുടെ പ്രസാദമായി ഭക്തർ സങ്കൽപ്പിക്കപ്പെടുന്നു. വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബം ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ദേവി ഭാഗവത പ്രകാരം ആദി പരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഭദ്രകാളി. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഈരേഴ് തെക്ക്, ഈരേഴ് വടക്ക്, കൈതത്തെക്ക്, കൈതവടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. മറ്റു കരകൾ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, വേനാമ്പള്ളി, നടക്കാവ് എന്നിവ മറ്റ് കരകൾ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഉത്സവം കുംഭഭരണി ഉത്സവമാണ്. ഭദ്രകാളി പ്രാധാന്യമായ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് പ്രധാന ഉത്സവം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഉത്സവം. അതിഗംഭീരമായ കെട്ടുകാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാനം. കാളയ്ക്ക് 90 അടിയോളം, 90 അടിക്ക് പുറത്ത് ഉയരവും തേരിന് കാളയുടെ പകുതി 45 അടി മുതൽ 60 അടി വരെ പൊക്കവും ഉള്ള അതിഭീകരമായ തേരുകളും കാളകളുമാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ എടുത്തു പറയാവുന്ന പ്രത്യേകത. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ട് തേരിനെയും കാളയും നിർമ്മിക്കുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ലൈബ്രറി കയറിയാൽ അതിൻ്റെ നിർമ്മാണ രീതികളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ഉത്സവം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. ഈ ഉത്സവ കാലയളവിൽ
ഇവിടെ അമ്മയെ കാണാനും ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ച കാണാനും പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ നടയിൽ വരുന്നത്. അത് ആ പ്രദേശവാസികൾ മാത്രമല്ല, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെയും ഈ സ്ഥലത്ത് കെട്ടുകാഴ്ച കാണാൻ വരാറുണ്ട്. ഇവിടുത്തെ ഉത്സവത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് മടങ്ങുമ്പോൾ. ആ ഒരു പാട്ട് തന്നെ ഈ ഒരു ചെട്ടികുളങ്ങര ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. അത്രയ്ക്കും ഗംഭീരമാണ് ഇവിടുത്തെ കെട്ടുകാഴ്ച മഹോത്സവം. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഈ ഉത്സവത്തിലെ പ്രധാന ഒരു വഴിപാട്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചെട്ടികുളങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒരു കലയാണ്. ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട്. ഓരോ സംഘത്തിനും ഓരോ ആശാന്മാരും ഉണ്ട്.